ഡിസംബർ 22 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി 1850 ജൂലൈ 15 ഇറ്റലിയിൽ ജനിച്ചു. അവൾ ജനിച്ചത് 2 മാസം തികയാതെയും 13 മക്കളിൽ ഇളയവളുമായാണ്. നിർഭാഗ്യവശാൽ അവളുടെ 3 സഹോദരങ്ങൾ മാത്രമേ കൗമാരത്തെ അതിജീവിച്ചുള്ളൂ. ഫ്രാൻസിസ് അവളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ദുർബലവും അതിലോലവുമായ ആരോഗ്യാവസ്ഥയിൽ ജീവിച്ചു. ഫ്രാൻസിസ് ചെറുപ്പം മുതലേ മതപരമായ ജോലികൾക്കായി ജീവിതം നയിക്കാൻ സമർപ്പിതയായി. സേക്രഡ് ഹാർട്ടിൻ്റെ പുത്രിമാർ നടത്തുന്ന സ്കൂളിൽ കോൺവെന്റ് വിദ്യാഭ്യാസം നേടി. ഉയർന്ന ബഹുമതികളും ടീച്ചിങ് സർട്ടിഫിക്കറ്റുമായി അവൾ ബിരുദം നേടി. ഫ്രാൻസിസിന് 18 വയസ്സുള്ളപ്പോൾ ഡോട്ടേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ടിൻ്റെ മതപരമായ സഭയിൽ പ്രവേശനത്തിനായി അവൾ അപേക്ഷിച്ചു. പക്ഷേ അവളുടെ മോശം ആരോഗ്യം കാരണം നിരസിച്ചു. പകരം ഇറ്റലിയിലെ കാഡഗോനയിലെ ഹൗസ് ഓഫ് പ്രൊവിഡൻസ് ഓർഫനേജിൽ പഠിപ്പിക്കാൻ ഒരു പുരോഹിതൻ അവളോട് ആവശ്യപ്പെട്ടു. ഗേൾസ് സ്കൂളിൽ 6 വർഷം പഠിപ്പിക്കുകയും മതപരമായ ജീവിതരീതിയിലേക്ക് സ്ത്രീകളുടെ ഒരു സമൂഹത്തെ ആകർഷിക്കുകയും ചെയ്തു. 1877 അവൾ ഒടുവിൽ പ്രതിജ്ഞയെടുക്കുകയും മതപരമായ ശീലം സ്വീകരിക്കുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ബഹുമാനാർത്ഥം തൻ്റെ പേരിനൊപ്പം സേവ്യറിനെ ചേർത്തു. ഹൗസ് ഓഫ് പ്രൊവിഡൻസ് ഓർഫനേജ് അടച്ചുപൂട്ടിയപ്പോൾ അവളുടെ ബിഷപ്പ് അവളോടും കഡ്ഗോനയിലെ അവളുടെ അനാഥാലയത്തിലെ മറ്റ് 6 സ്ത്രീകളോടും സ്കൂളിലും ആശുപത്രികളിലും പാവപ്പെട്ട കുട്ടികളെ പരിചരിക്കാൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ടിനെ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. മതസ്ഥാപനത്തിനുള്ള നിയമവും ഭരണഘടനയും ഫ്രാൻസിസ് രചിച്ചു. ആദ്യ 5 വർഷങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 7 വീടുകളും സൗജന്യ സ്കൂളുകളും നഴ്സറിയും സ്ഥാപിച്ചു. ഫ്രാൻസിസ് ചൈനയിൽ തൻ്റെ ദൗത്യം തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ ലിയോ 13 മാർപ്പാപ്പ അവളെ അമേരിക്കയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. അവളുടെ സഹായം ആവശ്യമുള്ള ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ കൊണ്ട് വെള്ളപ്പൊക്കമുണ്ടായി. കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ട് എന്നായിരുന്നു അവളുടെ ഉപദേശം. 1889 മാർച്ച് 31 ഫ്രാൻസിസ് തൻ്റെ പുതിയ യാത്ര ആരംഭിക്കാൻ തയ്യാറായ മറ്റ് 6 സഹോദരിമാരോടൊപ്പം ന്യൂയോർക്ക് നഗരത്തിലെത്തി. എന്നിരുന്നാലും തുടക്കം മുതൽ അവൾക്ക് നിരവധി നിരാശകളും ബുദ്ധിമുട്ടുകളും നേരിട്ടു. അവളുടെ പുതിയ അനാഥാലയത്തിനായി ആദ്യം പങ്കെടുത്ത വീട് ഇപ്പോൾ ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഇറ്റലിയിലേക്ക് മടങ്ങാൻ ആർച്ച് ബിഷപ്പ് നിർബന്ധിച്ചെങ്കിലും ഫ്രാൻസിസ് വഴങ്ങിയില്ല. അവൾ നിരസിച്ചതിനെ തുടർന്ന് ആർച്ച് ബിഷപ്പ് മൈക്കിൾ കോറിഗൻ അവൾക്ക് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മഠത്തിൽ താമസം കണ്ടെത്തി. ഇപ്പോൾ ന്യൂയോർക്കിലെ വെസ്റ്റ് പാർക്കിൽ ഇപ്പോൾ സെയിൻറ്റ് കാബ്രീനി ഹോം എന്നറിയപ്പെടുന്ന അനാഥാലയം കണ്ടെത്താനുള്ള അനുമതി ഫ്രാൻസിസിന് ലഭിച്ചു. ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസത്താൽ നിറയുകയും അതിശയകരമായ ഭരണപരമായ കഴിവ് നൽകുകയും ചെയ്ത ഫ്രാൻസിസ് 35 വർഷത്തിനുള്ളിൽ അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുൾപ്പെടെ 67 സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസമില്ലാത്തവർക്കും രോഗികൾക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കും വേണ്ടി സമർപ്പിച്ചു. അവളുടെ സ്ഥാപനങ്ങൾ ന്യൂയോർക്ക്, കൊളറാഡോ, ഇല്ലിനോയിസ് എന്നിവയുൾപ്പെടെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ എല്ലായിടത്തും വ്യാപിച്ചു കിടന്നു. പ്രാർത്ഥനാശീലം പോലെ തന്നെ വിഭവശേഷിയുള്ളവളും ഫ്രാൻസിസ് അറിയപ്പെട്ടിരുന്നു. അവളുടെ സ്ഥാപനങ്ങൾക്കായി അവരുടെ പണവും സമയവും പിന്തുണയും സംഭാവന ചെയ്യാൻ ആളുകളെ കണ്ടെത്താൻ അവൾക്ക് എപ്പോഴും കഴിഞ്ഞു. 1909 ഫ്രാൻസിസ് അമേരിക്കൻ ഐക്യനാടുകളിലെ പൗരത്വം സ്വീകരിച്ചു. 8 വർഷത്തിന് ശേഷം 1917 ഡിസംബർ 22 ഇല്ലിനോയിസിലെ ചിക്കാഗോയിലുള്ള കൊളംബസ് ഹോസ്പിറ്റലിലെ സ്വന്തം ആശുപത്രികളിലൊന്നായ കൊളംബസ് ഹോസ്പിറ്റലിൽ വെച്ച് 67-ാം വയസ്സിൽ ഫ്രാൻസിസ് മരിച്ചു. ഫ്രാൻസിസിൻ്റെ മൃതദേഹം ആദ്യം സെയിൻറ്റ് കാബ്രീനി ഹോമിൽ വെച്ചിരുന്നുവെങ്കിലും 1931 അവളെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി പുറത്തെടുത്തു. അവളുടെ തല റോമിലെ സഭയുടെ അന്താരാഷ്ട്ര മാതൃഭവനത്തിലെ ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവളുടെ ഒരു കൈ ചിക്കാഗോയിലെ ദേശീയ ദേവാലയത്തിലും ബാക്കി ശരീരം ന്യൂയോർക്കിലെ ഒരു ആരാധനാലയത്തിലുമാണ്. ഫ്രാൻസിസ് അവളിൽ 2 അത്ഭുതങ്ങൾ ആരോപിക്കപ്പെടുന്നു. അമിതമായ സിൽവർ നൈട്രേറ്റ് മൂലം അന്ധത ബാധിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു കുട്ടിക്ക് അവൾ കാഴ്ച പുനഃസ്ഥാപിക്കുകയും തൻ്റെ സഭയിലെ മാരകരോഗിയായ ഒരു അംഗത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി 1938 നവംബർ 13 പിയൂസ് 11 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 1946 ജൂലൈ 7 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ് പൗരയായി. അവൾ കുടിയേറ്റക്കാരുടെ രക്ഷാധികാരിയാണ്.